بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ കൂടിയിരിക്കുന്നത് അവൻ്റെ ഫിർദൗസ് ലഭിക്കുന്ന നന്മയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ വെള്ളിയാഴ്ച ടെൻറ്റുകളിൽ നടക്കുന്ന ക്ലാസ്സാണ് നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇസ്ലാഹി സെൻറ്ററിലേക്ക് മാറ്റിയത്. വരുന്ന വെള്ളിയാഴ്ചകളിലും ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകളൊക്കെ ഈ ഇസ്ലാഹി സെൻറ്ററിൽ തന്നെയായിരിക്കും എന്നുകൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. റമദാൻ വളരെ പെട്ടെന്ന് നമ്മിലൂടെ അത് തീർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏത് വർഷങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളതും. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് പലതും ചെയ്യണമെന്നൊക്കെയുള്ള മോഹങ്ങളുമായി റമദാനിനെ സ്വീകരിക്കുന്ന നാം, പക്ഷെ ഇന്നൊരാഴ്ച കഴിഞ്ഞു. നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന സമയമാണിത്. എങ്ങനെയാണ് എൻ്റെ ഇന്നലകൾ കഴിഞ്ഞുപോയത് എന്ന്, എത്രത്തോളം പരിശുദ്ധ റമദാൻ എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതും ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യുക. നോമ്പിൻ്റെ ലക്ഷ്യം ഖുർആൻ സൂചിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അഥവാ അൻ തജ്അല ബൈനക വബൈന അദാബില്ലാഹി വിഖായ, നിനക്കും അള്ളാഹുവിൻ്റെ ശിക്ഷക്കുമിടയിൽ ഒരു മറയും നിനക്കൊരു സംരക്ഷണവും ഉണ്ടായിരിക്കണം. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് വേണം നീ ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. ഹറാമാണ് കാണുന്നതെങ്കിൽ, ഹറാമാണ് കേൾക്കുന്നതെങ്കിൽ, പറയുന്നതെങ്കിൽ നിന്റെ തഖ്വ നിന്നെ നിയന്ത്രിക്കണം. എനിക്കത് പാടില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എനിക്ക് വരാനിരിക്കുന്നത് എന്ന ബോധമാണ് ഒരാളെ ഇതിൽ നിന്ന് മാറ്റുന്നത്. ഏതെങ്കിലും ഒരവസരം വരുമ്പോൾ, പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ എനിക്കത് പ്രശ്നമില്ല, 10-15 മണിക്കൂർ നോമ്പിൻ്റെ സമയത്ത് വിശപ്പ് സഹിച്ചവനാണ് എന്നതുകൊണ്ട് ആ നിലയ്ക്ക് എപ്പോഴെങ്കിലും വരുന്ന ഒരു പട്ടിണിക്ക് വേണ്ടി പരിശീലിപ്പിക്കുകയല്ല റമദാൻ. മറിച്ച് ഏത് മുസ്ലിമിനെ കൊണ്ടും പകൽ സമയത്ത് അള്ളാഹു നമുക്ക് മറ്റുള്ള മാസങ്ങളിൽ അനുവദിച്ചത് റമദാനിൻ്റെ പകലിൽ വിരോധിച്ചപ്പോൾ നമ്മൾ പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ്. നോമ്പ് എന്ന ഒരു ഇബാദത്ത് നാം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മാറുകയാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതും ഒരാളുടെ തഖ്വ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം നോമ്പെടുക്കലാണ്. നോമ്പുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ദിവസങ്ങളിലെ പോലെയല്ല, റമദാൻ അല്ലാത്ത മാസങ്ങളിൽ
ഏത് അബദ്ധങ്ങൾ ചെയ്തവർ പോലും റമദാനാകുമ്പോൾ ഒന്ന് നിറം മാറുകയാണ്, ഒരു മാറ്റം വരുത്തുകയാണ്. ഞാൻ നോമ്പുകാരനാണ്, എനിക്കത് പാടില്ല, എനിക്കിത് കേൾക്കുക പാടില്ല, എനിക്കത് പറയുന്നത് പാടില്ല എന്ന നിലയിലേക്ക് എത്തുന്നു. സഹോദരീ സഹോദരങ്ങളെ, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക, എൻ്റെ ജീവിതത്തിൽ എനിക്കേതെങ്കിലും നിലക്ക് നന്മകൾ കൂട്ടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. അല്ലാതെ എല്ലാവരും റമദാനിലേക്ക് എത്തിയപ്പോൾ നമ്മളും റമദാനിലെത്തി, എല്ലാവരും നോമ്പെടുത്തപ്പോൾ നമ്മളും നോമ്പെടുത്തു. ഇത് പടച്ച റബ്ബിന്റെ മുമ്പിൽ കബൂലാകുമോ എന്ന് ഒരാളും പേടിക്കുന്നില്ല. ഖുർആൻ സൂചിപ്പിക്കുന്ന ആയത്തുകൾ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, കുറേ അമലുകൾ ചെയ്ത് നോമ്പ്, നിസ്കാരം, അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം, ദാനങ്ങൾ, സക്കാത്ത്, ഉംറ, ഹജ്ജ്, ഒട്ടനവധി നന്മകൾ ചെയ്ത് പരലോകത്ത് വരുന്ന ചില ആളുകളുണ്ട്. പക്ഷെ തസ്ലാ നാറൻ ഹാമിയ, കരിച്ചു കളയുന്ന നരകമാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. കാരണം റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ട് അള്ളാഹുവേ എൻ്റെ കർമ്മം നീ സ്വീകരിക്കാതിരിക്കരുതേ എന്ന് റബ്ബിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തറാവി നമസ്കരിക്കുന്നു, ഇതൊക്കെ നിസ്കരിക്കുമ്പോഴത്തേക്ക് നോമ്പെടുക്കുമ്പോഴത്തേക്ക് അള്ളാഹ് കബൂൽ ചെയ്യും എന്ന ഒരു മിഥ്യാധാരണയാണ് പലപ്പോഴും നമ്മൾക്ക് ഒരു അഹങ്കാരത്തോളം വളരുന്നത്. പാടില്ല സഹോദരി സഹോദരങ്ങളെ. അത് പരിശുദ്ധ കഅബാലയത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, 2 നബിമാരാണ് കഅബയെ പുനർനിർമ്മിക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ രണ്ടുപേരും നിർമ്മിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മെപ്പോലെ ഒരു ഭാഗത്ത് മാറിയിരുന്ന് ആശ്വാസം കൊള്ളുകയല്ല. അള്ളാഹ് പറഞ്ഞ ജോലി ഞാൻ പൂർത്തിയാക്കി, കഅബത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു, ഇനി അതെനിക്ക് ഇത്ര ഹൈറുണ്ടാകും എന്നല്ല ഇബ്രാഹിം നബിയുടെ നിലപാട്. മറിച്ച് ആ ജോലി പൂർത്തിയായപ്പോൾ ഉടനെ പ്രാർത്ഥനയാണ്, റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണേ നാഥ. ഒരു നബിയാണ് ദുആ ചെയ്യുന്നത്, കബൂലാക്കണേ അല്ലാഹ്. എന്തിന് കബൂലാക്കണം? ഇന്നക അൻതസ് സമീഉൽ അലീം, നീയാണ് സമീഉ റബ്ബേ, നീയാണ് അലീം, എല്ലാം കേൾക്കുന്നവൻ നീയാ, എല്ലാം അറിയുന്നവനും നീയാ. പ്രിയപ്പെട്ട സഹോദരി സഹോദര, ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യേണ്ട ഒന്നാണിത്. അല്ലാഹ്, എന്നെക്കുറിച്ച് നിനക്കറിയാം, എൻ്റെ ജീവിതം അറിയാം, ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹുവെ നീ എന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകൾ കാരണം കൊണ്ട് എൻ്റെ നോമ്പോ, എൻ്റെ നമസ്കാരങ്ങളോ, എൻ്റെ നന്മകളോ അള്ളാഹുവെ നീ സ്വീകരിക്കാതിരിക്കരുത് എന്ന് അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നന്മകളൊക്കെ ചെയ്തിട്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒന്നും സ്വീകരിക്കപ്പെടാതെ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥയാണെങ്കിൽ പകരം എന്തുമായിട്ടാണ് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു അവസരം, നോമ്പിൻ്റെ ആദ്യ ഭാഗം കഴിയുന്ന സമയമാണിത്. സ്വയം വിലയിരുത്തുക. റമദാനിന് മുമ്പും ഈ റമദാനിൻ്റെ ഈ ഒരാഴ്ചയിലും എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലേ, ഇനിയുള്ള അവസരങ്ങൾ കൂടുതൽ ആ നന്മയിലേക്ക് എത്താൻ ശ്രമിക്കുക. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത്, ആ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല ഒരു മുസ്ലിം വേണ്ടത്. റമദാനിൻ്റെ ആദ്യ നാളുകളെക്കാൾ പവിത്രതയുള്ളതാണ് അതിൻ്റെ അവസാന ഭാഗങ്ങളെന്ന് അറിയുന്നവരാ നമ്മൾ. ഇതൊരു മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. നമ്മൾക്കൊക്കെ 1, 2, 3 നോമ്പിനാണ് ആകെ ആവേശം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാ നിലക്കെത്തി. പണ്ഡിതന്മാരത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലും 2-ാം ദിവസത്തിലൊക്കെ നമ്മൾക്ക് വല്ലാത്തൊരു ഈമാനികമായ എന്ന് തോന്നുന്ന നിലക്ക് ഒരു ആവേശം കിട്ടുന്നത്? ആദ്യത്തെ ദിവസം ഒരുപാട് ഖുർആൻ ഓതും, ഒരുപാട് നന്നായി ചിന്തിക്കും, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 2-ാം ദിവസമാകും, 3 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നിലക്കെത്തി. അതിനൊരു കാരണമുണ്ട്. കാരണം ശഅബാൻ മാസത്തിൽ ആ സമയം വരെ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഒരു നിശ്ചിത സമയത്തുണ്ടായിരുന്നു. റമദാനിൻ്റെ ഒന്നാകുമ്പോഴത്തേക്ക് ആകെ മാറിയിട്ടുണ്ട്. ഭക്ഷണ സമയം മാറി, ചിന്തകൾ മാറി,
ആ ഒരു ഭക്ഷണ സമയത്തിൽ മാറ്റം വരുമ്പോഴത്തേക്ക് ഒരു ടൈം പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസമൊക്കെ. ഇപ്പോൾ ഇതൊരു ആദിയായി പോയി, ഒരു സാധാരണ ദിവസങ്ങളിലെ പോലെയായി. ഇപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എല്ലാ പോലെ ഇന്നലെ പോലെ ഇന്ന് പോലെ ഇൻഷാ അല്ലാഹ് നാളെ എന്നതല്ലാതെ റമദാനാണ് ഈ അതിഥി എന്നിൽ നിന്ന് യാത്രയാകുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ആകരുത്. ഏത് നന്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി നമ്മൾക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. ആദ്യത്തെ ചോദ്യം ഇതാ, ഇന്ന് ആരാണ് നോമ്പുകാരനായിരിക്കുന്നത്? ഖാല അബൂബക്കർ അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലേ, ഇന്ന് എനിക്ക് നോമ്പുണ്ട്. സൂറത്തെ രണ്ടാമത്തെ ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്നൊരു ജനാസയെ പിന്തുടർന്നവൻ ആരാണ്? ഖാല അബൂബക്കർ അന, ഞാനാണ് റസൂലേ. ഖാല ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. ഇന്നൊരു മിസ്കീനിനെ ഭക്ഷിപ്പിച്ചവൻ ആരുണ്ട്? ഖാല അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനുണ്ട് റസൂലേ. പിന്നെയും ചോദിക്കുന്നു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള. ആരുണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചവൻ? ഖാല അബൂബക്കർ അന. അതും ഞാനുണ്ട് റസൂലേ. പിന്നെയും ഈ സമയത്ത് റസൂൽ പറയാണ്, മജ്തമഉൻ ഫീ ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഒരു മനുഷ്യനിൽ ഇതൊക്കെ ഒരുമിച്ച് കൂടിയാൽ, അഥവാ നോമ്പുകാരനായിരിക്കെ, അതുപോലെ തന്നെ ജനാസയെ പിന്തുടർന്ന, അതുപോലെ തന്നെ പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയ, രോഗിയെ സന്ദർശിച്ച ഈ നന്മകളൊക്കെ ഒരാളിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കാതിരിക്കില്ല. ഏത് നന്മ ചോദിക്കുമ്പോഴും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നഅം, ഞാൻ ഉണ്ട് റസൂലേ, അന എന്ന് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഏത് നന്മ ചോദിക്കുമ്പോഴും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു. ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്വയം വിലയിരുത്താൻ, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ. ഈ ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്നിന് നമുക്കിന്ന് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നോമ്പ് ശരിയാണ്, ഒരു രോഗിയെ സന്ദർശിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി താല്പര്യം കാണിക്കാറില്ല. പ്രത്യേകിച്ചൊരു മിസ്കീനിൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ആരും താല്പര്യം കാണിക്കാറില്ല. ഞാൻ ആ ഭാഗം അടിവരയിട്ടുകൊണ്ട് വളരെ ബോധത്തോടു കൂടിയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാസ ലോകത്ത് ഭക്ഷണത്തിൻ്റെ വിലയെന്തെന്നറിയാതെ ഇഷ്ടം പോലെ ഭക്ഷണം വേസ്റ്റാക്കി ശീലിച്ചു പോയ സഹോദരി സഹോദരങ്ങളെ, നാം ഏറ്റവും ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട ഒരു വിഷയമാണിത്. പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയം. മതനിഷേധി എന്ന അല്ലാഹു തആല ചില ആളുകളെ കുറിച്ച് വിശദീകരിക്കുന്നത്, മതനിഷേധി എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാർട്ടൂൺ വരക്കുന്നവനോ, മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നവനോ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായി മാറുന്നവനോ അല്ല അല്ലാഹു പരിചയപ്പെടുത്തിയത്. അറിയുമോ നിങ്ങൾക്ക്, റസൂലെ നിങ്ങൾക്കറിയുമോ ആരാണ് മതനിഷേധി എന്ന്? അവൻ അനാഥയെ ആട്ടി ഓടിക്കുന്നവനാണ്. പിന്നെ പറയുന്നത് വലാ യഹുവ്വു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പ്രോത്സാഹനം പോലും നൽകാത്തവനാ. ഭക്ഷണം നൽകാത്തവൻ മാത്രമല്ല മതത്തെ നിഷേധിക്കുന്നവൻ, അക്കാര്യം ഒന്ന് ശ്രദ്ധയിലില്ലാത്തവൻ പോലും ഈ മതത്തിൽപ്പെട്ട വ്യക്തിയല്ല, മതനിഷേധിയാണ്, ഇസ്ലാമിനോട് കൂറില്ലാത്തവനാണ്. എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എൻ്റെ വീടിൻ്റെ ചുറ്റുപാടിൽ, എൻ്റെ മഹല്ലിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് മിസ്കീന്മാർ. ദിവസേന എന്നോണം ജോലിക്ക് പോകുന്നവരായിരിക്കാം. കാണുമ്പോൾ, വസ്ത്രം കാണുമ്പോഴും, സംസാരങ്ങൾ കേൾക്കുമ്പോഴും, അവരുടെ ജീവിത ശൈലി കാണുമ്പോഴും പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല എന്ന് പുറമെ തോന്നുന്നവരായിരിക്കാം. ഫക്കീറിനെ പോലെ ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടി ശീലിക്കാത്തവരാ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ദാനങ്ങൾ നൽകുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോഴാണ് 10 വട്ടം ആലോചിച്ച് 2 വട്ടം നൽകുന്നത്.
അല്ലേ? അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത്. ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിക്കുന്ന ഒരു രീതി പ്രിയപ്പെട്ടവരെ നല്ലവരായ എൻ്റെ സഹോദരിമാരോട് സൂചിപ്പിക്കുകയാണ്. എന്ത് ചോദിക്കുമ്പോഴും അബൂബക്കർ റളിയല്ലാഹു പറയാണ്, ഞാനുണ്ട് പ്രവാചകരെ, മിസ്കീനിന് ഭക്ഷണം നൽകിയത് എന്ന് ഞാനായിട്ടുണ്ട്. രോഗിയെ സന്ദർശിച്ചപ്പോൾ പറയുന്നു, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയോ ഹദീസുകളിൽ കാണാം, ഒരു രോഗിയെ സന്ദർശിക്കുന്ന വ്യക്തി മൻ ആദ മരീളൻ ഔ സാറ അഖല്ലഹു ലില്ലാ നാദാഹു മുനാദിൻ അൻ തിബ്ത വത്വാബ മംശാക ഫതബവഅത മിനൽ ജന്നത്തി മൻസില. ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, അതുപോലെ തന്നെ രോഗമൊന്നുമില്ലാത്ത ഒരു സഹോദരനെ അള്ളാഹുവിന് വേണ്ടി സന്ദർശിക്കുകയാണ്, ആ സമയത്ത് അള്ളാഹു വിളിച്ചു പറയപ്പെടുകയാണ്, അൻത്വിബ്ത വത്വാബ മംശാക, നീ നന്നായിട്ടുണ്ട്, നിന്റെ നടത്തവും നന്നായിട്ടുണ്ട്, വതബവഅത മിനൽ ജന്നത്തി മൻസില, സ്വർഗത്തിൽ നിന്റെ സ്ഥാനം നിനക്ക് ഉറച്ചു കഴിഞ്ഞു, അള്ളാഹ് നിനക്ക് തന്നു കഴിഞ്ഞു. ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇവിടെ താമസിക്കുന്നവർ, കൂടെ ജോലികൾ ചെയ്യുന്നവർ, ഒപ്പം അതുപോലെ തന്നെ സംസാരിച്ചിരിക്കുന്നവർ, ഇനിയല്ല എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് സന്ദർശിക്കുന്നത് പോകുന്നത് സാധിക്കുന്നില്ല, പക്ഷെ എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട്, ഞാനുമായി ബന്ധപ്പെട്ടവരോട്, എൻ്റെ സ്നേഹിതൻ്റെ, എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ സഹോദരൻ്റെ, ആരോ ആകട്ടെ, ബന്ധത്തിൽപ്പെട്ടവരോ ബന്ധത്തിൽപ്പെടാത്തവരോ പ്രിയപ്പെട്ടവരെ, ഒരു രോഗി നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ മനുഷ്യനും ഏറെ ആശ്വാസ വചനങ്ങൾ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. നമ്മളെപ്പോലെ നടക്കേണ്ടവർ, നമ്മളെപ്പോലെ പല നിലക്കും ജോലിയിൽ ഏർപ്പെടേണ്ടവർ അള്ളാഹുവിൻ്റെ പരീക്ഷണം കൊണ്ട്, രോഗം വന്നുകൊണ്ട് കിടന്ന ബെഡിൽ തന്നെ എഴുന്നേൽക്കാൻ സാധിക്കാത്ത നിലക്ക് നാളുകൾ ആ നിലക്ക് കഴിച്ചു കൂട്ടുന്നവരുണ്ട്. ആ രോഗികളെ പ്രിയപ്പെട്ടവരെ നാം സന്ദർശിക്കാറുണ്ടോ എന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. വലിയ പണക്കാരനാണെങ്കിൽ, സമ്പന്നനാണെങ്കിൽ, സ്വാധീനമുള്ളവനാണെങ്കിൽ എത്ര ദൂരത്തും ആളുകൾ വാഹനമെടുത്ത് പോവുകയാണ്. അപ്പൊ സമയം അവന് പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. പാവപ്പെട്ട ഒരു രോഗി തൻ്റെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുമ്പോൾ പോലും, തൻ്റെ റൂമിനപ്പുറത്ത് കിടന്നുറങ്ങുമ്പോൾ പോലും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാൻ സഹോദരങ്ങളെ, സഹോദരികളെ ഇന്ന് ആളില്ല. എന്തുകൊണ്ടാ? അവനെ സന്ദർശിച്ചത് കൊണ്ട് പ്രത്യേകമായിട്ടൊന്നും ലഭിക്കാനില്ല ദുനിയാവിൽ. പണക്കാരനെ, സ്വാധീനമുള്ളവനെ, കഴിവുള്ളവനെ സന്ദർശിച്ചാൽ ഒരുപാട് ഭൗതിക നേട്ടങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തൊഴിൽ ജീവിതത്തിൽ, എൻ്റെ ഏതോ ആകട്ടെ ഞാൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ എനിക്ക് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ നിലക്കുള്ള ആളുകളെ മാത്രം ഇന്ന് സന്ദർശിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയല്ല, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമാണ് ഉറപ്പായിട്ട് ലഭിക്കുന്നത്. ആ രോഗി ഒരു മുസ്ലിം കൂടിയാണെങ്കിലോ പവിത്രത കൂടുകയാണ്. 70,000 മലക്കുകളാണ് രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുന്നത് വരെ, പോകുമ്പോഴും വരുമ്പോഴും സന്ദർശകന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, ഈ സന്ദർശകന് തെറ്റുകൾ പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിൻ്റെ മാലാകമാർ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യാനിരിക്കുന്നത്, നമുക്ക് ചെയ്യാനുള്ളത് ഈ നിലക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് കൂലി കിട്ടാനും എനിക്ക് സ്വർഗം ലഭിക്കാനും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളും തന്നെയാണ്. നന്മയിലാണ് മുന്നേറേണ്ടത്. 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്നൊരു പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളത്, ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, ഒപ്പം രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. ഈ റമദാൻ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണം. ഈ അൽഖുബറിലും അതുപോലെ തന്നെ ദമാമിലും ഈ കിഴക്കൻ പ്രവിശ്യയിൽ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനാസയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കിക്കൊടുക്കുന്ന, അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകളെയൊക്കെ പ്രയാസങ്ങളൊക്കെ കഴിയുന്നത്ര ദൂരീകരിക്കുന്ന പ്രവർത്തകന്മാരുടെ അനുഭവ കഥകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേവലം ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്ന് ആഴ്ചയിൽ ഒരു ഖുർആൻ ക്ലാസ് കേട്ട് അതെടുത്ത് അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വ്യക്തികൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പരീക്ഷണങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയും
നാട്ടിലുമുണ്ട്. കുടുംബസമേതം ഈ അൽ ഖുബറിൽ താമസിക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട്, വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്. നമ്മുടെ മുന്നിലൂടെ എത്രയോ ആളുകൾ നാം അറിയാതെ നടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. നാം അന്വേഷിക്കാത്തത് കൊണ്ട് അവരും നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല. ഒന്ന് മുട്ടിയാൽ, ഒന്ന് സംസാരിച്ചാൽ, സ്വകാര്യമായി ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര അനുഭവങ്ങളുടെ കഥകൾ പ്രിയപ്പെട്ടവരെ അവർ നമ്മൾക്ക് പറഞ്ഞു തരും. പ്രിയപ്പെട്ട നോമ്പുകാരാ, അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ നന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ ഭക്ഷണ വിഷയം ശ്രദ്ധിക്കണേ എന്ന് 1000 വട്ടം ആവർത്തിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ രോഗങ്ങൾ, നമ്മുടെ നാടുകളൊക്കെ കാണുന്നില്ലേ നിങ്ങൾ, സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ വരുന്നത് പോലെ ഓരോ ദിവസങ്ങളിലും ഡയാലിസിസ് ചെയ്യാനുള്ള രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസുകൾ ഓരോ വീടിൻ്റെ മുന്നിലെത്തുന്നത് നമ്മുടെ കേരളക്കരയിൽ ഒരു കാഴ്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും എന്ന് മാത്രമല്ല, ഓരോ കുടുംബങ്ങളിലും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടാത്ത ആളുകൾ വളരെ തുച്ഛമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഒപ്പം ഒരു കുടുംബനാഥന് രോഗം കൂടി ആയിത്തീരുമ്പോൾ ആർക്കും കഴിയാത്ത നിലക്ക്, ആർക്കും താങ്ങാനാകാത്ത നിലക്ക്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ആ നിലക്ക് പോകേണ്ടി വരുമ്പോൾ അത് നമ്മളാണോ എന്ന്, നമ്മളാണെങ്കിലെന്ന് ചിന്തിച്ചുകൊണ്ട് വേണം അള്ളാഹു നമ്മൾക്ക് തരുന്ന സുഖങ്ങളിലും സൗകര്യങ്ങളിലും പ്രിയപ്പെട്ടവരെ ജീവിക്കുമ്പോൾ. ഇതാണ് രണ്ടാമതായിട്ട് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ട് നമുക്ക് ഈ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല? ഇന്ന് എല്ലാവരും സ്വന്തം കാര്യത്തിൽ ബിസിയാണ്. ആർക്കും നേരെയില്ല, ഒരാൾക്കും നേരമില്ല. ഏത് വീട്ടിൽ കയറിപ്പോയിരുന്നാലും, ഏത് ഓഫീസിൽ കയറിപ്പോയിരുന്നാലും, 2 കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴും മുഖത്തോട് മുഖം നോക്കി ഇനി സംസാരിക്കുന്നില്ല, താഴോട്ട് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരും അവൻ്റെ മൊബൈൽ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? കൂട്ടുകാരോട് ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല, മക്കളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യാഭർത്താക്കന്മാർക്കും ആങ്ങളപെങ്ങന്മാർക്കും ആരോ ആകട്ടെ, എവിടെ ഇരിക്കുന്നതാകട്ടെ, എല്ലാവരും ഒരാളോട് സംസാരിക്കുന്നു, മറ്റൊരാളോട് ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ആത്മാർത്ഥമായ ബന്ധം പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നില്ല. ഇത് നാം ഈ നിലക്കാണ് ചിന്തിക്കുന്നത്, ഈ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്ര മണിക്കൂറുകളും കാണാത്ത സുഹൃത്തിനോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആനൊന്ന് ഓതാൻ, ആ ഖുർആനൊന്ന് പഠിക്കാൻ, അതിൻ്റെ അർത്ഥം പഠിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഒപ്പം എന്തോ അറിയുന്നില്ല, ആളുകൾക്ക് കഴിയുന്നില്ല 2 കൈകളും ഉയർത്തി പ്രാർത്ഥിക്കാൻ. നന്നാകണമെന്ന് വിചാരിച്ചിരുന്നു ഈ റമദാനിന് മുമ്പ്, പക്ഷെ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? പണ്ഡിതന്മാർ കാരണം പറയുന്നു. വദഫൻതുമുൽ അംവാത്ത്, എത്രയോ മയ്യത്തുകളെ നിങ്ങൾ ഖബറിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ ഫലം തഅ്തബിറൂമിൻ, അതിൽ നിന്നും ഒരു പാഠവും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. ഞാനും മരിക്കണം, എനിക്കും ഖബറിൽ കിടക്കണം എന്ന ചിന്ത നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വതറക്തും ഉയൂബക്കും വഷ്തഗൽതും ബിഉയൂബിൻ നാസ്, നിങ്ങളുടെ പോരായ്മയെ ഒക്കെ മറന്നുപോയി. എൻ്റെ കുറവിനെ ഞാൻ മറന്നിട്ടുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരാളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ആരെപ്പറ്റിയും നല്ല അഭിപ്രായം പറയുന്നില്ല. അവൾ ശരിയില്ല, ഇവള് ശരിയില്ല, ഇയാൾ പണ്ടേ പോക്ക, അയാളുടെ കുടുംബം തന്നെ പോക്ക, ആ തറവാടിനെ പറ്റി പറയാതിരിക്കലാ ഖൈറ്, ആ സംഘത്തെക്കുറിച്ച്, ആ ഓഫീസിനെ കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കുക, അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഒരാൾ നമ്മളോട് മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ അത് കേട്ടുകൊടുക്കുന്നില്ലെങ്കിൽ അതൊരു കുറ്റമായിട്ട് മാറുകയാണ്, അല്ലേ? ആ നിലയിലേക്ക് ലോകം എത്തിപ്പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ല. എനിക്ക് നന്നാകണോ? ഈ റമദാനിൽ പോലും കൈ ഉയർത്തി ദുആ ചെയ്യാൻ സാധിക്കാത്തത്, ഈ റമദാനിൽ പോലും നന്നാകണമെന്ന് വിചാരിച്ചിട്ടും നന്നാകാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നിന്റെ കുറവുകളൊക്കെ മാറ്റി മറ്റുള്ളവൻ്റെ കുറവുകളുടെ പിന്നാലെയാണ് നീ പോകുന്നത്. ഈ ചിന്ത എപ്പോൾ നിനക്ക് മാറുന്നുവോ നിന്റെ കൈകൾ ഉയർത്തി അള്ളാഹുവോട് ദുആ ചെയ്യാൻ സാധിക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ആളുകളുടെ കുറവുകളും ന്യൂനതകളും എല്ലാം പറഞ്ഞു വരുത്തുകയാണ്. എല്ലാത്തിൻ്റെയും ആളായി ഞാൻ മാറുന്നു. ഖുർആനിൻ്റെ ഒരു വചനം
മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതൊരു ലഫ്ള് ഉച്ചരിക്കുമ്പോൾ പോലും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കാതെ ഇല്ല എന്ന് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി നാം അറിയേണ്ടതുണ്ട്. എന്തുച്ചരിച്ചാലും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. എത്രത്തോളം എഴുതി വെക്കും, നീ കുടിച്ചത്, നീ തിന്നത്, നീ പോയി എന്ന് പറഞ്ഞത്, വന്നത്, എല്ലാം 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 എഴുതി വെക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രോഗിയായി കിടക്കുമ്പോൾ വേദന കൊണ്ട് ഏങ്ങുമായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിച്ച മറ്റൊരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ഈ ഏങ്ങല് പോലും അള്ളാഹ് എഴുതി വെക്കും. പിന്നീട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഏങ്ങിയിട്ടില്ല എന്നാണ് തഫ്സീറിൽ കാണാൻ സാധിക്കുന്നത്. അത്ര പേടിച്ചു അവർ, എല്ലാം എല്ലാം എഴുതി വെച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഏറ്റവും വലിയ എന്ന നിലക്ക് ലിമ ലഹിക്ത, ഒരാളെ കളിയാക്കി ചിരിച്ചത്, എന്തിന് നീ ചിരിച്ചു എന്ന് പോലും അള്ളാന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലിമ തബസ്സംത, നീ ചെറുതായിട്ടൊന്ന് ചിരിച്ചത്, അതുപോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് അൽ കഹ്ഫിൽ പറഞ്ഞത്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സ്വാഹ, ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അള്ളാഹുവേ എന്ന് വിലപിക്കുന്ന മനുഷ്യർ. പരലോകത്ത് നമ്മുടെ കയ്യിലേക്കൊക്കെ ഞാനും നിങ്ങളും ചെയ്ത അമലിന്റെ ഗ്രന്ഥം അള്ളാഹ് ഇങ്ങ് തരികയാണ്. എന്നിട്ട് പറയാണ്, കിതാബക്, നിന്റെ കിതാബ് നീ വായിക്ക്, കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ മതി. നീ ചെയ്തത്, നീ കണ്ടത്, നീ കേട്ടത്, നീ പറഞ്ഞത് എല്ലാം 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 എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. ചെയ്യാത്തതൊന്നുപോലും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുമില്ല. അള്ളാഹ് പറഞ്ഞില്ലേ സൂറത്തുൽ കഹ്ഫിലൂടെ, ഫലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അക്രമം കാണിക്കില്ല. ചെയ്തതേ അള്ളാഹ് എഴുതി വെച്ചിട്ടുള്ളൂ, ചെയ്തതേ അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ, ചെയ്യാത്തതൊന്നുമില്ല. സഹോദരി, എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നമ്മളാ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത്, നോമ്പെന്ന് പറയുന്നത് കേവലം ഭക്ഷണ സമയത്തിലെ മാത്രം മാറ്റമല്ല, മറിച്ച് നോമ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് റസൂൽ പറയുന്നു, അസ്വിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. ഫഇദാ കാന സൗമു യൗമി അഹദുക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്, ഇതാ ഒരാൾക്ക് നോമ്പുണ്ടായി കഴിഞ്ഞാൽ അവൻ തോന്നിവാസത്തിലേക്ക് എത്തരുത്, തോന്നിവാസം പറയരുത്, ഏതെങ്കിലും നിലക്ക് തെറ്റായ വാക്കുകൾ പറയരുത്, അതുപോലെ തന്നെ സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, തോന്നിവാസത്തിലേക്ക് അവൻ എത്തുകയും ചെയ്യരുത് എന്ന് മാത്രമല്ല, ഒരാൾ ഇങ്ങോട്ട് കയറി ഇയാളെ ചീത്ത പറയുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല, തൻ്റെ കടയിലേക്ക് കയറി, തൻ്റെ ജോലി സ്ഥലത്തേക്ക് കയറി, തൻ്റെ തൊഴിലാളിയോ മുതലാളിയോ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഭാര്യയോ ഭർത്താവോ ആരോ ആകട്ടെ എന്നെ ചീത്ത പറഞ്ഞാലും, എന്നോട് ഏതെങ്കിലും നിലക്ക് മോശമായി പെരുമാറിയാലും, നോമ്പുകാരൻ ചെയ്യേണ്ടത് ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സ്വായിമുൻ, നോമ്പുകാരൻ അവൻ പറയട്ടെ എനിക്ക് നോമ്പുണ്ട്, അഥവാ എനിക്ക് മറുപടി പറയാൻ പാടില്ലാത്തതാണ്, എനിക്ക് നോമ്പുണ്ട്. നോമ്പുണ്ടാകുമ്പോൾ തൻ്റെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹ് എഴുതി വെക്കും എന്ന ബോധത്തിൽ വേണം എൻ്റെ സംസാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും, ലൈസ സുയാം മിനൽ അക്ലി വശറാബ്, തീറ്റയും കുടിയും അതൊക്കെ മാറ്റിവെക്കൽ മാത്രമല്ല നോമ്പ്. നോമ്പെന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്ന്, ചീത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കലാണ് നോമ്പ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരുപാട് നന്മകൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയത്ത് പറയാറുണ്ട്, ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുകയാണ് യമനിലേക്ക്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത്, ഒട്ടകത്തിന്റെ കയറ് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലാണ്. എന്നിട്ട് ആ യാത്രയിൽ, ആ നടത്തത്തിൽ, ആ യാത്രയിൽ ഇങ്ങനെ യമനിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന്റെ കൂടെ നടക്കുകയാണ്. മുആദ് ഒട്ടകപ്പുറത്തിരുന്ന് റസൂലുള്ളാഹിയുടെ സംസാരങ്ങൾ കേൾക്കുകയാണ്. തൻ്റെ പൊന്നു അനുചരനെ യമനിലേക്ക് യാത്ര അയക്കുമ്പോൾ ഒരുപാട് നന്മകൾ പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. മദ്ലൂമിന്റെ ദുആയൊക്കെ സൂക്ഷിക്കണേ എന്ന് പഠിപ്പിച്ചു. അവസാനം
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മുആദേ കുഫ അലൈക ഹാദാ, നാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനെ വല്ലാതെ അടക്കി ഒതുക്കി നിർത്തണേ. അംസിക് അലൈക ലിസാനക്, നാവിനെ നിയന്ത്രിക്കണേ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ആ സമയത്ത് മുആദ് ചോദിക്കുന്നു, യാത്ര പോവുകയാണ്, അള്ളാന്റെ റസൂലേ, നിങ്ങൾ നാവിനെ നിയന്ത്രിക്കണേ എന്ന് പറയുന്നു, ഈ നാവ് കൊണ്ട് സംഭവിച്ചു പോയതിൽ ഞങ്ങൾ വല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ മുആദിനോട് പറയുന്നു, മുആദേ, നിനക്കെന്തറിയാം മുആദേ, ഭൂരിഭാഗം ആളുകളും നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണം നിസ്കാരക്കുറവ് കൊണ്ടല്ല, നോമ്പിന്റെ കുറവ് കൊണ്ടല്ല, ദാനങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല. ഭൂരിഭാഗം ആണും പെണ്ണും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം അവന്റെ നാവ് കൊയ്തെടുത്ത വിളകൾ മാത്രമാണ്. എല്ലാം നശിപ്പിച്ചു കളയും നാവിന്റെ സംസാരത്തിലൂടെ. ആരെപ്പറ്റിയും നല്ലത് പറയാതെ ഏതൊരു വ്യക്തിയെയും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരാളെ സദസ്സിൽ വെച്ച് കളിയാക്കുന്ന, ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന, അഭിമാനത്തിൽ മുറിപ്പെടുത്തുന്ന സംസാരങ്ങൾ, സഹോദരന്മാരെ, തമാശയ്ക്ക് പോലും നമുക്കത് പാടില്ലാത്തതാണ്, അല്ലെ? നാവ് കൊയ്തെടുത്ത വിളകളെ കൊണ്ടാ ഭൂരിഭാഗവും നരകത്തിലേക്ക് എത്തുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ നോമ്പുകാരുണ്ട്, എത്രയോ നിസ്കാരക്കാരുണ്ട്, എത്രയോ ദാനം നൽകിയവരുണ്ട്. മാസങ്ങളിൽ ഓരോ മാസത്തിലും പരിശുദ്ധ കഅബാലയത്തിൽ പോയി ഉംറ നിർവഹിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞിട്ടെന്താ? നാവിന് ലൈസൻസ് ഇല്ല. വാളിനേക്കാൾ മൂർച്ചയാണ് നാവ്, വാളിനേക്കാൾ മൂർച്ചയാണ്. അത് പുറത്തേക്ക് സംസാരിക്കുമ്പോൾ ഒരാളെ വേദനിപ്പിക്കാതെ ആ നാവുള്ളിലേക്ക് ഇടാത്ത ആളുകൾ, അല്ലേ? അത് നമ്മളാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സഹാബികൾ വന്ന് ചോദിച്ചില്ലേ? ഒരുപാട് വേദികൾ ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരു സ്ത്രീയെക്കുറിച്ച്, നല്ല സ്ത്രീയാണ് റസൂലെ, നിസ്കാരത്തിനോ നോമ്പിനോ ദാനത്തിനോ ഒന്നും കുറവില്ല, ഒരു കുറ്റം മാത്രമേ ആ പെണ്ണിനുള്ളൂ, നാവെടുത്താൽ തൻ്റെ അയൽവാസിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഖാല ഹിയ ഫിന്നാർ, സ്വഹാബത്തെ, ആ പെണ്ണ് നരകത്തിലാ. എന്തുകൊണ്ടാ? നാവ് മാത്രമാണ് നിയന്ത്രിക്കപ്പെടാൻ ബാക്കിയുള്ളത്. ബാക്കി എല്ലാം ശരിയാണ്. നിസ്കാരത്തിന്റെ ഇഖ്ലാസ് കുറവില്ല, ഖുശൂഅ് കുറവില്ല, ദാനങ്ങൾക്ക് കുറവില്ല. ഇതൊക്കെയാണ് നമ്മളും. എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് നാം ചെയ്ത സകല നന്മകളും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മളാണ് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. സുലത പറഞ്ഞില്ലേ, ഈ നാവ് കൊണ്ടും തൻ്റെ ലൈംഗികാവയവത്തെ കൊണ്ടും ഹറാമുകൾ ചെയ്യില്ല എന്ന് ഒരാൾ എനിക്ക് ഉറപ്പ് തന്നാൽ അവ്മനുലഹുൽ ജന്ന, സ്വർഗമാണ് പകരം ഞാൻ അവന് ഉറപ്പ് കൊടുക്കുന്നത്. നാവ് കൊണ്ട് ഹറാമ് ചെയ്യില്ല, അഥവാ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? വലിയൊരു വിഷയമാണത്. നന്നായി ക്ഷമ വേണം, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു അവന്, ആ വ്യക്തിക്ക് സ്വർഗം കൊണ്ട് ഞാനും ഉറപ്പ് നൽകുകയാണ്. അത്രയും കഴിയാത്ത ഒന്നാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. നിയന്ത്രിക്കുക പ്രിയപ്പെട്ടവരെ. ഈ റമദാൻ നമുക്കൊരു മദ്രസയാണ്, ഒരു ട്രെയിനിങ് ആണിത്. റമദാനിൽ മാത്രം നിയന്ത്രിക്കാനല്ല, ഏത് സമയത്തും നോമ്പിലൂടെ നാം നേടിയെടുക്കാൻ സാധിക്കണം. ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലേ നമ്മൾക്ക്? രാവിലെ ഭക്ഷണം വേണ്ട, ഉച്ചക്ക് വേണ്ട, ആരും കാണാനില്ല, ആരും അറിയുകയുമില്ല, എന്നിട്ടും നമ്മൾ കഴിക്കുന്നില്ല. എന്തുകൊണ്ടാ? ലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഒരാളെപ്പറ്റിയും മോശമായി സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇന്നിന്റെ ലോകത്ത് നമ്മുടെ മനസ്സ് ദുഷിച്ചു പോകുന്ന മറ്റൊരു കാര്യമാണ് സുഉല്ലൻ. എല്ലാരെപ്പറ്റിയും മോശം ചിന്തിക്കുക, ആരെപ്പറ്റിയും നല്ല അഭിപ്രായം പറയുന്നില്ല. ആരെപ്പറ്റി ചോദിച്ചാലും മോശം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഖൽബിന്റെ മോശമാണത്. ദുനിയാവ് മുഴുവനായിട്ടും എന്തോ ഒരു വൃത്തികേടായിട്ട് നമ്മൾക്ക് തോന്നുന്നത് അല്ല. ഒരാളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും അയാളുടെ നന്മയെ കാണാൻ നമ്മൾക്ക് സാധിക്കണം. ഊഹം വെച്ചിട്ടാണ് ഇന്നെല്ലാവരും സംസാരിക്കുന്നത്, ചീത്തയായിട്ടാണ് ഊഹിക്കുന്നത്, നല്ലതാരും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചു, ഇയ്യാക്കും വല്ലൻ, ഊഹത്തെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ഫഇന്ന വന്ന അക്ദബുൽ ഹദീദ്, സംസാരത്തിലെ ഏറ്റവും കളവ് പിടിച്ചതാണ് ഊഹിച്ച് സംസാരിക്കുക. ഇവളെപ്പറ്റി, അവനെപ്പറ്റി ആ നിലക്ക് ഊഹിച്ച് സംസാരിക്കുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വിരോധിച്ചതാണത്. ഊഹം പാടില്ല എന്ന് ശൈത്താൻ ഇങ്ങനെ മനസ്സിലേക്ക് ഇട്ടുതരും. എന്തിനാ അവൾ ഇവിടെ പോയത്, എന്തിനാ ഇവനും അവളും അവിടെ നിന്നത്,
എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്, എന്തിനാ അവർ രണ്ടാളും ഒരു സ്വകാര്യം പറിച്ചൽ, എന്തിനാണ് ഇയാൾ ഇവിടെ എന്ന് വേണ്ട. ഓരോരുത്തരും സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. ആരെ പറ്റിയാ എനിക്ക് നല്ല അഭിപ്രായമുള്ളത്? നല്ല മനസ്സിന്റെ ഉടമകൾ എല്ലാരെ പറ്റിയും നല്ലതേ പറയൂ. ചീത്തയായ മനസ്സിന്റെ ഉടമകൾ എല്ലാരെ പറ്റിയും മോശം മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. അല്ലേ? എല്ലാവരും അതാണ് എല്ലാ നിലക്കും അറിയപ്പെടുന്നതും. ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ വഴിയും അത് തന്നെയാണ്. അയാളോട് മറ്റൊരാളെ പറ്റി അഭിപ്രായം ചോദിക്കുക. നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ നന്മകളെപ്പറ്റി ഒരുപാട് പറയും. എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ എപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് നെഗറ്റീവായിരിക്കും, അഥവാ മോശം കാര്യങ്ങളായിരിക്കും. അതല്ല നമ്മൾക്ക് വേണ്ടത്. എല്ലാവരെ പറ്റിയും ഹൈറായത് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഷെയ്ത്താനാണ് നമ്മൾക്ക് ഇത് ഇങ്ങനെ ഇട്ടു തരുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന നേരത്ത് സുഫിയ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്നു. അൻസാറുകളിൽപ്പെട്ട 2 സ്വഹാബികൾ പള്ളിക്ക് വെളിയിലൂടെ നടന്നു പോകുമ്പോൾ പള്ളിയിലേക്കൊന്ന് എത്തി നോക്കി. റസൂലുള്ളാഹിനെ കണ്ടു. അവര് വേഗം പോയി. ആ സമയത്ത് റസൂലുള്ളാഹി കിതച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് ഉറക്കെ വിളിച്ചു പറയാണ്, അലാ റിസ്ലികുമാ, പോകല്ലേ, നിങ്ങൾ അവിടെ നിൽക്ക്, പോകല്ലേ. ഇന്നമാ ഹിയ സുഫിയ ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സുഫിയയാണ്, എൻ്റെ ഭാര്യയാണ്. ഫഖാല സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് സുഫിയയാണ്, നിങ്ങളുടെ ഭാര്യയാണ് എന്ന് എന്തിനാ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റസൂലെ? ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, സ്വഹാബത്തെ, ഇന്ന ശൈത്വാന യജ്രി ഫിൽ ഇൻസാനി മജ്റദ്ദം, രക്തം സഞ്ചരിക്കുന്ന എല്ലാ ധമനികളിലൂടെയും പിശാചും സഞ്ചരിക്കുന്നുണ്ട്. എപ്പോഴും പിശാച് ഒരു കുറ്റം ഇങ്ങനെ ഇട്ടു തരും മറ്റുള്ള ആളുകളെ പറ്റി. ദുഷിച്ച മനസ്സിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ ചോർന്നു പോവുകയാണ്. മനസ്സിലെപ്പോഴും അസ്വസ്ഥതയാണ്. വേറൊരാളെ പറ്റി ഇങ്ങനെ ചിന്തിച്ച്, അല്ലേ? ഉറക്കം കിട്ടുന്നില്ല. എന്താ അവരെന്താ ഇന്ന് സംസാരിച്ചിട്ടുണ്ടാകുക? നാളെ എങ്ങനെ ഇപ്പൊ അവർക്കൊരു തിരിച്ചൊരു പണി കൊടുക്കുക? ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത്. 100 വട്ടം ആലോചിക്കുകയാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അമലുമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. ആരെ പറ്റിയും അന്വേഷിക്കാൻ അള്ളാഹു നമ്മൾക്ക് അനുവാദം തന്നിട്ടില്ല. യുദ്ധമുഖത്ത് വെച്ച് പോലും അള്ളാഹുവിന്റെ റസൂൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ലേ? യുദ്ധമുഖത്ത് ശത്രുവിനെ വെട്ടുമ്പോൾ ആ ശത്രു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ കൊന്നു, അദ്ദേഹത്തെ കൊന്നു. എന്നിട്ട് മദീനയിലെത്തി റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലെ, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബികളാണ് സൂചിപ്പിച്ചത്. ഉസാമയെ വിളിപ്പിച്ചു. ഉസാമ, നീ അയാളെ കൊന്നോ? അഖതൽത നഫ്സൻ ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ അദ്ദേഹത്തെ കൊന്നോ? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഇന്നമാ ഖാലഹ ഖൗഫൻ മിനസ് സലാഹ്, റസൂലേ, ആയുധത്തിനെ പേടിച്ച്, ഖൗഫൻ മിനസ് സിലാ, ആയുധത്തെ പേടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് റസൂലേ. കാന മുതഅവ്വിദ, അദ്ദേഹം ഒരു രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ വെട്ട് കൊള്ളാനാകുമ്പോഴാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. ഈ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അഖതൽത നഫ്സൻ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും നീ അയാളെ കൊന്നുവല്ലേ? വകാന യുകർരിറു ദാലിക് യുകർരിറു ബിദാലിക്, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ഉസാമ പിന്നെയും പറഞ്ഞു, റസൂലെ, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ദേഷ്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമയോട് ചോദിക്കുകയാണ്, അഫല ശഖഖ്ത ഖൽബ, ആ വ്യക്തിയുടെ ഖൽബ് നീ മുറിച്ച് ചുഴിന്നു നോക്കിയോ ഉസാമ? ആ ഖൽബിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത്, ആ വ്യക്തി പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ അല്ല അള്ളാഹുവിനെ അംഗീകരിച്ചു കൊണ്ടാണോ എന്ന് ഖൽബ് മാന്തിപ്പൊളിച്ച് നീ നോക്കിയോ ഉസാമ? നാളെ പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനവുമായി ആ വ്യക്തി നിന്റെ മുമ്പിലേക്ക് വരുമ്പോ എന്ത് മറുപടി പറയും ഉസാമ നീ അള്ളാഹുവോട് എന്ന് ചോദിക്കുമ്പോ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താ തമന്നൈതു അന്നീ ലം അകുൻ ഖബല ദാലിക മുസ്ലിമ, ഞാനെന്ന് മുസ്ലിമാകേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇതിനുശേഷം മുസ്ലിമായാൽ മതിയായിരുന്നു. ആ നിലക്കാണ്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആരുടെയും കൽബ് ചുഴ്ന്നു നോക്കാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കാൻ എമ്പാടുമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാൻ്റെ ന്യൂനതകളുടെ പിന്നാലെ, അവളുടെ കുറവുകളുടെ പിന്നാലെ പോകാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടില്ല. തെറ്റുകളപ്പുറത്ത് കാണുമ്പോൾ, ന്യൂനതകൾ കാണുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക, അതിനേക്കാൾ അബദ്ധം എന്നിലുണ്ട്, അതിനേക്കാൾ കുറവെന്നിലുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സത്തറഹുല്ലാഹ്. ഒരാളുടെ തെറ്റ് ആരെങ്കിലും ദുനിയാവിൽ വെച്ച് മറച്ചു കഴിഞ്ഞാൽ ഇവന്റെ തെറ്റുകളെ അല്ലാഹു തആലയും മറച്ചു വെക്കുകയാണ്. അഥവാ ഇവന്റെ ന്യൂനതകൾ, കുറവുകൾ അല്ലാഹ് മറച്ചു വെക്കുകയാണ്. വമൻ സത്തറ മുസ്ലിമ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിമിന്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അവന്റെ ന്യൂനതകളും മറച്ചു വെക്കും. മറ്റൊരു ഹദീസിൽ കാണാം, യാ മഅശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യഫ്ളിൽ ഈമാനു ഇലാ ഖൽബിഹി. നാവ് കൊണ്ട് മുസ്ലിമായവരെ, ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങിത്തിരിക്കാത്തവരെ, ഇതാ നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് ഗീബത്തുകൾ പറയരുതേ. അഥവാ നാവ് കൊണ്ട് മാത്രം മുസ്ലിമാവുകയും ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങിത്തിരിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, ആ വ്യക്തികളോട് പറയാണ്, നിങ്ങൾ ഒരാളെക്കുറിച്ചും ഗീബത്ത് പറയരുതേ. പിന്നീട് പറയുന്നു, വല തത്തബിഉ ഔറാത്തിഹിം. അവരുടെ തെറ്റുകളുടെ, കുറവുകളുടെ പിന്നാലെ നിങ്ങൾ പോകരുതേ എന്ന്. കുറവിൻ്റെ പിന്നാലെ പോകരുത്. ഇതൊരു ട്രെൻഡാണത്. ആ വ്യക്തി എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല, എൻ്റെ മതസംഘടനയിൽ ചേർന്നവനല്ല, മുമ്പ് ചാൻസ് വന്നപ്പോൾ ഇങ്ങോട്ട് അക്രമം കാണിച്ചവനാണ്. ഇത് ഏറ്റവും നല്ല സമയമാണ് അയാളെ ഒന്ന് വഷളാക്കാൻ, അയാളെ ഒന്ന് ഒരു മൂലക്കിരുത്താൻ. പ്രിയപ്പെട്ടവരെ, നമുക്കത് പാടില്ല. പരിശുദ്ധ റമദാനിൽ പോലും പ്രിയപ്പെട്ടവരെ ആരും ഒഴിവാകുന്നില്ല. മെസ്സേജുകൾ കൈമാറുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്, ഒരാൾക്ക് വന്നുപോയ വ്യക്തി തെറ്റുകളാണോ, അതെന്റെ ശത്രുവാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ തഅദിലു ഫഅദിലു. ഇതാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് വിദ്വേഷമുണ്ടെങ്കിൽ പോലും അത് അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ശത്രുവിനോട് പോലും അനീതി കാണിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികൾ ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെ തൻ്റെ സംഘത്തിൽപ്പെട്ടവനല്ല, തൻ്റെ ചേരിയിൽപ്പെട്ടവനല്ല എന്ന് കരുതിയിട്ട് പ്രിയപ്പെട്ടവരെ എന്തും എത്രായിരം ആളുകൾക്കും ഷെയർ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത സമയമാണിത്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല തത്തബിഉ ഔറാത്തിഹിം. ന്യൂനതകളുടെ, കുറവിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. പോയാൽ അല്ലാഹു തആല നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. അല്ലാഹ് വന്നാൽ നീ നിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിലും പുറത്ത് കൊണ്ടുവന്ന് അല്ലാഹ് നിന്നെ വഷളാക്കും. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് നിന്നെ വഷളാക്കും. നീ ആരെക്കുറിച്ച് ഏതെങ്കിലും നിനക്ക് ഒരാളെ വഷളാക്കിയോ, ന്യൂനതകളുടെ പിന്നാലെ നീ പോയോ, നിന്റെ പിന്നാലെ അള്ളയുണ്ട്. നീ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ആളുകൾക്ക് മുമ്പിൽ അള്ളാഹ് നിന്നെ കൊണ്ടുവരും. കാരണം നിന്റെ നാവ് കൊണ്ട് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, നിന്റെ നാവ് കൊണ്ട് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തെ ഞാൻ സ്വയം വിലയിരുത്തുക. പറയാറില്ലേ ഞാൻ പല ക്ലാസ്സുകളിലും, മയ്യത്ത് കട്ടിൽ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് നമസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് നിന്നൊരാൾ വിളിച്ചു പറയും, ഇയാൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തെങ്കിൽ പുറത്തു കൊടുക്കണേ ഈ നമസ്കാരത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി മറ്റുള്ളവർ ആളുകളോട് മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വയം ചോദിക്കുക, ഞാൻ സ്വയം പറയുക. ഹജ്ജിന്റെ നാളുകൾക്ക് മുമ്പ് ഹജ്ജിന്റെ തസ്രീഹ് അടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ഏർപ്പാടല്ല ഇത്. റമദാനിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മെസ്സേജുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഷെയറിങ് വരികയാണ്. എന്താണ് ഈ റമദാൻ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, ആരെങ്കിലും എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, എൻ്റെ തെറ്റ് നിങ്ങളും പൊരുത്തപ്പെടണേ. ഇത് ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഞാൻ വേറെ ഗ്രൂപ്പിലിടുന്നു. എന്നാലോ കുടുംബക്കാരെ പുറത്ത് ബാക്കിയുണ്ട്, അയൽക്കാർ ബാക്കിയുണ്ട്. ഇയാൾ നോവിച്ച വ്യക്തികൾക്ക് ഒരാളോട് പോലും പോയിട്ട് പറയുകയില്ലേ. ഇതൊരു ട്രെൻഡാണ്. അതല്ല നമ്മൾക്ക് വേണ്ടത്. സ്വയം വിലയിരുത്തുക. ആരെയൊക്കെ ഞാൻ വേദനിപ്പിച്ചു, ആരെയൊക്കെ ഞാൻ പ്രയാസപ്പെടുത്തി. നീ അള്ളാഹിനോട് 2 കൈകളും നീട്ടി ദുആ ചെയ്യുമ്പോൾ നിനക്കെതിരെ ചില ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. ഇയാളുടെ പണത്തിന്റെ ഫലം കൊണ്ട്, ഇയാളുടെ സ്വാധീനം കൊണ്ട്, അള്ളാഹുവേ എനിക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അയാൾക്ക് നീ കൊടുക്കണേ എന്ന്, കണക്കറിഞ്ഞു കൊടുക്കണേ എന്ന് നമ്മുടെ അക്രമത്തിനിരയായ
ഏതെങ്കിലും വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ദുആ അള്ളാഹ് സ്വീകരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവന്റെ ദുആ സ്വീകരിച്ച് അള്ളാഹ് ഉത്തരം തരും. ഗൗരവത്തിന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ഒരു മാറി ചിന്തിക്കലിന് ഒരു വേദിയാകണം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ എത്രയോ റമദാനുകൾ വന്നു യാത്രയായിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സ് നിങ്ങളുടെ മനസ്സിനോട് ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചു വെച്ചു എന്നേ ഉള്ളൂ. നമുക്കിത് ഉപകാരപ്പെടേണ്ടതുണ്ട്. ഏതെങ്കിലും നിലക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പെടുത്ത് രാത്രി തറാവിയ നമസ്കരിച്ച് അതങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിയുന്ന രീതിയിലല്ല. നന്മകൾ വർദ്ധിപ്പിക്കാനും ഞാൻ സ്വയം നിയന്ത്രിക്കാനും എൻ്റെ നാവിനെ പ്രത്യേകിച്ച് കടിഞ്ഞാണിടാനും ഒരാളുടെയും കുറ്റങ്ങളും കുറവുകളും ചികഞ്ഞന്വേഷിക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ എന്നെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് എന്ന നിലയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ക്ഷമ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷമക്ക് വല്ലാത്ത കൂലിയും അള്ളാഹ് ഓഫർ നൽകുന്നതും. അല്ലാഹു തആല ആ നിലക്ക് നന്മകൾ വർദ്ധിപ്പിക്കുന്നവരുടെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നന്മയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആ സമയത്ത് ഞങ്ങളെ നന്മയിൽ നിന്ന് തട്ടിമാറ്റുന്ന പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗീയ ലോകത്ത് ഫിർദൗസിൽ അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ കൂടെ ചേരാൻ ഞങ്ങൾക്കും കുടുംബത്തിനും സർവ്വവിശ്വാസികൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. ഫിർദൗസിൽ നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവരിൽ ഞങ്ങളെയും കുടുംബത്തെയും സർവ്വവിശ്വാസികളെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. റയ്യാനിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരും മാതാപിതാക്കളും കുടുംബക്കാരും മറ്റുള്ളവർ എല്ലാവർക്കും അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഖബറിന്റെ ഫിത്നയിൽ നിന്ന്, അദാബിൽ നിന്ന് രക്ഷിക്കണം നാഥ. അല്ലാഹുവേ, മഹ്ശറിലെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും സർവ്വ മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമിനാ വഖിയാമിനാ വറുകൂഇനാ വസായിരി അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.